Praise the Lord. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. सबको जय मसीह की. എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. मेरा नाम राज किशोर प्रधान. എൻ്റെ പേര് രാജ് കിഷോർ പ്രധാൻ എന്നാണ്. और मैं उड़ीसा का हूँ. ഒറീസയിൽ നിന്നുള്ള വ്യക്തിയാണ്. द राइस ऑफ मर्सी मिनिस्ट्री का मैं मिशनरी हूँ उत्तर प्रदेश में. ദ റൈസ് ഓഫ് മേഴ്സി മിനിസ്ട്രിയുടെ ഒരു മിഷണറിയായി ഉത്തർപ്രദേശിൽ പ്രവർത്തിച്ചു വരുന്നു. मेरा गवाही आप लोगों के बीच में मैं बांटने जा रहा हूँ. ഇപ്പോൾ എൻ്റെ സാക്ഷ്യം നിങ്ങളുടെ മുമ്പാകെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. आप लोग सुने होंगे उत्तर प्रदेश के बारे में. ഉത്തർപ്രദേശിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. इट इज़ वन ऑफ स्टेट ऑफ इन इंडिया. ഭാരതത്തിലെ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. और उत्तर प्रदेश को जब हम लोग गया तो हमें हिंदी भाषा नहीं आता था. ഉത്തർപ്രദേശിൽ പ്രവർത്തനത്തിനായിട്ട് കടന്നുപോയ സമയത്ത് എനിക്ക് ഹിന്ദി ഭാഷ പരിചയമല്ലായിരുന്നു. लेकिन परमेश्वर का महान दास RS जयलर द राइस ऑफ मर्सी मिनिस्ट्री का डायरेक्टर हैं. ദ റൈസ് ഓഫ് മേഴ്സി മിനിസ്ട്രിയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന RS ജയലാൽ എന്നെ അതിലേക്ക് നിയോഗിക്കുകയായിരുന്നു. उसने मुझे बहुत प्रेरणा उत्तर प्रदेश जाने के लिए मुझे गाइड किया. യു പിയിൽ പോയി പ്രവർത്തിക്കുവാനായിട്ടുള്ള വേണ്ടുന്ന ഉത്സാഹമെല്ലാം RS ജയലാൽ അവരിൽ നിന്നാണ് ലഭിച്ചത്. प्रार्थना के साथ ഒത്തിരി പ്രാർത്ഥനയോടെ എന്നെ അതിലേക്ക് അയക്കുകയായിരുന്നു. उस समय हमारा जीवन में सोच आता था कि हमें हिंदी बोलना नहीं आता है तो कैसे हम उत्तर प्रदेश में सेवाकाई करें. ആ സമയത്ത് ഞാൻ വളരെ വിചാരിക്കുകയായിരുന്നു, ഹിന്ദി ഭാഷ എനിക്ക് സംസാരിക്കാൻ അറിയാതെ എങ്ങനെയാണ് യു പിയിൽ പോയി പ്രവർത്തിക്കുന്നത് എന്ന്. मेरी वाइफ बोली, जेनिफर ने कहा कि अब चलना है, परमेश्वर आपको सारे भाषा सिखाएंगे. തൻ്റെ ഭാര്യയായ ജെനിഫർ അവരും തനിക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകി. കർത്താവ് നമ്മെ അയക്കുന്നെങ്കിൽ ആ ഭാഷയും കൈകാര്യം ചെയ്യുവാനുള്ള കൃപ ദൈവം നൽകും എന്ന് തന്നെ ഉത്സാഹിപ്പിച്ചു. हम दोनों उत्तर प्रदेश को गया. അങ്ങനെയാണ് തങ്ങൾ കുടുംബമായിട്ട് യു പിയിലേക്ക് പ്രവർത്തനത്തിനായിട്ട് കടന്നുപോയത്. और जैसा उत्तर प्रदेश में हम लोग गया और जेनिफर बहुत बीमार में पड़ी. യു പിയിലെത്തിയ സമയം മുതൽ തൻ്റെ ഭാര്യ ജെനിഫർ രോഗിണിയായി തീരുവാനായിട്ടിടയായി. बहुत बीमार हो गया. ഒത്തിരി രോഗത്താൽ പ്രയാസപ്പെടേണ്ടി വന്നു. और काफ़ी बार उसका काफ़ी बीमार के वजह से डॉक्टर ने बोला कि आपके फैमिली में कोई बच्चे नहीं होगा. തൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ തങ്ങൾക്കൊരു മക്കൾ ലഭിക്കുകയില്ല എന്നുള്ളതായിരുന്നു ഡോക്ടർമാർ തങ്ങളോട് പറഞ്ഞത്. हर एक बात हम शार को हमारा डायरेक्टर शार को हम लोग शेयरिंग करते थे. അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ഡയറക്ടർ സാറായി പ്രവർത്തിക്കുന്ന RS ജയലാൽ അവരോട് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. शार प्रार्थना करने के बाद और हमें परमेश्वर 2 बच्चे दिया. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് 2 മക്കളെ ദൈവം കൃപയാൽ നൽകുവാനായിട്ടിടയായി. हमारा फैमिली के लिए बड़ी अद्भुत गवाही है. ഇതെൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യമായിട്ട് ഞാൻ പറയുകയാണ്. It is a great miracle. ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു in my life. उसके बाद हम लोग बिना भाषा रहते हुए हम 3-4 महीना तक हम लोग एक मुस्लिम घर में रहने लगे. 4 മാസത്തോളം ഒരു മറ്റ് ധർമ്മത്തിലുള്ള മുസ്ലിം സഹോദരങ്ങളുടെ ഭവനത്തിലായിരുന്നു ഞങ്ങൾ അവിടെ പാർത്തിരുന്നത്. ആ സമയങ്ങളിലൊന്നും ഞങ്ങൾക്ക് വേണ്ടുന്ന വണ്ണം സംസാരിക്കുവാൻ ഹിന്ദി ഭാഷ പ്രാവീണ്യമില്ലായിരുന്നു. उसके बाद हम लोग प्रार्थना किया कैसे सेवा का शुरू करेंगे. എങ്ങനെ ഞങ്ങൾ ആ ദേശത്ത് പോയി പ്രവർത്തിക്കുമെന്ന് നിരന്തരമായി ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയോടെ ആയിരുന്നു. क्योंकि उत्तर प्रदेश में विश्वासी लोग नहीं हैं. ആ സമയങ്ങളിൽ അവിടെ വിശ്വാസിയായിരിക്കുന്ന ആരെയും കണ്ടുകിട്ടുവാനായിട്ട് പ്രയാസമായിരുന്നു. यीशु मसीह के बारे में बहुत कम लोग जानते हैं. യേശുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് അറിവുണ്ടായിരുന്നത്. उसको सब लोग भगवान के नाम पे जानते हैं. ചിലരെല്ലാം യേശു കർത്താവിനെ ഭഗവാൻ എന്ന് വിളിച്ചിരുന്നു, ദൈവം എന്ന് മനസ്സിലാക്കിയിരുന്നു. यीशु मसीह के बारे में वो लोग सीरियस नहीं है. എങ്കിൽ തന്നെയും യേശു കർത്താവിനെ കുറിച്ച് വേണ്ടുന്ന അറിവ് അവർക്കുണ്ടായിരുന്നില്ല. लेकिन हमें भाषा नहीं मालूम, लेकिन कैसे हम प्रभु यीशु मसीह के बारे में हम बताएंगे. വേണ്ടുന്ന വണ്ണം ഭാഷ അറിയാതെ എങ്ങനെയാണ് ഈ കർത്താവായ യേശുവിനെ അവർക്ക് പരിചയമായി കൊടുക്കുക എന്നുള്ളൊരു ഭാരം ഉണ്ടായിരുന്നു. तब हम बच्चों के बीच में प्रवेश किया. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളിൽ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് വലിയൊരു ദൈവകൃപ ലഭിക്കാനായിട്ടിടയായി. उत्तर प्रदेश
स्टेट का बच्चे लोग बहुत कम स्कूल जाते हैं। ആ സംസ്ഥാനത്ത് വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് സ്കൂളിൽ പോകുവാനായിട്ട് താല്പര്യം കാണിക്കുകയുണ്ടായിരുന്നുള്ളൂ. वहाँ जहाँ कहीं भी स्कूल होगा वो 8th स्टैंडर्ड तक होगा അവിടെ 8ാം ക്ലാസ് വരെയാണ് സ്കൂൾ കാണാൻ പറ്റുകയുള്ളൂ. और बच्चे लोगों को स्कूल जाने के लिए कोई भी गाइड नहीं देते हैं। അവിടെ ആരും മുതിർന്നവരാരും മക്കളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുവാൻ വേണ്ടുന്ന ഉത്സാഹവും നൽകുകയില്ലായിരുന്നു. क्योंकि उनका पेरेंट्स लोग, उनके बच्चे लोग पान, तंबाकू, नशाक्त पदार्थ और बीड़ी, सिगरेट इस तरह एडिक्शन में जीवन बिता रहे हैं। പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളിലും അപ്രകാരമുള്ള ജീവിത ശൈലിയിലുമായിരുന്നു മുതിർന്നവരും പ്രായം കുറഞ്ഞ കുട്ടികളുമെല്ലാം ആയിരുന്നത്. तब हम इन बच्चों को उसी एडिक्शन से हम बचाने के लिए बहुत से प्रार्थना किया और बहुत प्रकार का शिक्षा को उनके ऊपर हम लागू किया. അതുകൊണ്ട് തന്നെ ആ കുട്ടികളിൽ പ്രവർത്തനം ആരംഭിക്കുവാനുള്ള വേണ്ടുന്ന പ്രാർത്ഥനയും ആലോചനയും ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാനായിട്ടിടയായി. അവരെ ഇപ്രകാരമുള്ള ലഹരി പദാർത്ഥങ്ങളിൽ നിന്നെല്ലാം എപ്രകാരമെങ്കിലും വിമോചനം കൊടുക്കണമെന്നുള്ളൊരു ആവശ്യഭാരം ഹൃദയത്തിലുണ്ടായി. हिंदी भाषा ना जानने के वजह से हम लोग ABCD सिखाया, इंग्लिश सिखाया उन लोगों को. ഹിന്ദി വേണ്ടുന്നവണ്ണം സംസാരിക്കാൻ അറിയാതിരുന്നിട്ടും ആ മക്കളെ ഇംഗ്ലീഷ് ABCD പഠിപ്പിക്കുവാനായിട്ട് ഒരു അവസരം ഞങ്ങൾ കണ്ടെത്തി. उत्तर प्रदेश में इंग्लिश बहुत जरूरी है. അവിടെ वहाँ का लोगों को इंग्लिश कुछ भी नहीं आता है. അവിടെ ഇംഗ്ലീഷ് അറിയുന്നവരും ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ ഒരു അവസരമായി കണ്ട് ആ മക്കളെ ഇംഗ്ലീഷ് ABCD പഠിപ്പിക്കുവാനായിട്ട് ആരംഭിച്ചു. जब हमको समझ में आ गया इंग्लिश सिखाना हमारे लिए अवसर है, इसके माध्यम से बच्चों को हम बहुत सारे बच्चों को जीत लेंगे. അതൊരു അവസരമായി കണ്ട് മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുവാനായിട്ട് വിളിച്ച് അതിലൂടെ അവരെ സന്ധിക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു. इस तरह 2011 से 2019 तक हमारे पास 500 बच्चे इकट्ठा हुए हैं. 2011 മുതൽ 2020 വരെ ഏകദേശം 500ഓളം കുട്ടികളെ ഇപ്രകാരം കണ്ടുമുട്ടുവാനായിട്ടിടയായി. कम से कम 10 गाँव से 10 ഗ്രാമങ്ങളിൽ നിന്ന്. और वो शिक्षा को देख के उनका पेरेंट्स लोग हमको बहुत प्यार देने लगे. അവർക്ക് കൊടുക്കുന്ന ശിക്ഷയും അവർക്ക് കൊടുക്കുന്ന കരുതലും പഠിക്കുവാനുള്ള ഉത്സാഹവും എല്ലാം കൊടുക്കുന്ന കണ്ട് അവരുടെ മാതാപിതാക്കളും ഞങ്ങൾ ആകൃഷ്ടരായി ഞങ്ങളെ സ്വാഗതം ചെയ്യുവാനായിട്ട് തുടങ്ങി. वहाँ का ग्राम प्रधान भी बहुत खुश रहा. അവിടുത്തെ ഗ്രാമത്തിന്റെ തലവൻ, ഗ്രാമത്തെ റൂൾ ചെയ്യുന്ന നമ്മൾ ये പറയുന്ന सारे കൗൺസിലർ പോലെയുള്ള ट्यूशन फ्री में हम लोग देते थे. इसका ट्यूशन का नाम भी विश्वज्योति शिक्षालय बोल के नाम रखा गया. വിശ്വജ്യോതി ശിക്ഷാലയ എന്നുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ട് ഒരു ട്യൂഷൻ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് മക്കളെ പഠിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റ് അതിലൂടെ ആരംഭിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ये ट्यूशन चलाने के लिए हमें कोई इस तरह बिल्डिंग नहीं मिलता था. कोई पेड़ के नीचे और किसी के घर के बरामदा में, नहीं तो कोई मैदान में हम लोग इकट्ठा करते थे. ഇപ്രകാരമുള്ള ഒരു ട്യൂഷൻ ക്രമീകരിക്കുവാൻ വേണ്ടുന്ന കെട്ടിടങ്ങളില്ല, വേണ്ടുന്ന സൗകര്യങ്ങളൊന്നുമില്ല. എങ്കിൽ തന്നെയും മക്കളെ മരത്തിൻ്റെ ചുവട്ടിലും അല്ലെങ്കിൽ എല്ലാവരുടെയും വീടുകളുടെ ഉമ്മറപ്പടിയിലും വരാന്തയിലും എല്ലാം ഇരുത്തിക്കൊണ്ടായിരുന്നു ഞങ്ങൾ ഇത് ചെയ്തു വന്നിരുന്നത്. और इस ट्यूशन के माध्यम से हम लोग उनका पेरेंट्स लोगों को बहुत आसान तरीका से सुसमाचार प्रचार किया. ഈ ഒരു മാധ്യമം ഉപയോഗിച്ച് ദൈവം ഞങ്ങളെ അവിടെയുള്ള മാതാപിതാക്കളെ, മക്കളുടെ മാതാപിതാക്കളെ സംസാരിക്കുവാനും അവരോട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം പറയുവാനുമെല്ലാം അവസരം നൽകുകയുണ്ടായി. ये बच्चों के मिनिस्ट्री के दौरान अनेक पेरेंट्स लोगों को प्रभु यीशु मसीह में हमने जीता. ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായ പരിവർത്തനം കണ്ടിട്ട് അവരുടെ മാതാപിതാക്കൾ യേശു കർത്താവിൽ വിശ്വസിക്കുവാനായിട്ടിടയായി. वो 2010 से अभी तक हम लोग 100 गाँव तक पहुँचे हैं. ഇപ്പോൾ 2010 മുതൽ ഇതുവരെ 100ഓളം ഗ്രാമങ്ങളെ ഇപ്രകാരം സന്ധിക്കുവാൻ ദൈവം കൃപ തന്നു. लेकिन कोरोना के वजह से बच्चों का मिनिस्ट्री भी बंद हो गया. ഈ കൊറോണയുടെ സീസൺ വന്നപ്പോൾ ഇപ്രകാരം മക്കളെ കൂട്ടിവരുത്തി ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള ഒരു തടസ്സമുണ്ടായിരുന്നു. और ऐसा करके हमारा एक ट्यूशन सेंटर का जगह था और उस गांव एक बार फरवरी महीना में, पिछले फरवरी महीना में पूरे गांव जल गया. ഇതുപോലെ വിശ്വജ്യോതി ശിക്ഷാലയ നടക്കുന്ന ഒരു ഗ്രാമം ഒരു ദിവസത്തിൽ ഫെബ്രുവരി മാസത്തിൽ ഒരു വലിയൊരു തീപിടുത്തത്തിന് കാരണമായി തീർന്നു. 60ഓളം കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രാമമായിരുന്നു. അത് മുഴുവൻ കത്തി നശിക്കുവാനായിട്ട് ഇടയായി. और दिन के समय जल गया. सारे गांव के लोग खेत काम करने के लिए चला गया. छोटे बच्चे गांव में थे और लोग स्कूल नहीं जाते थे. वो आग जला के ठंडा के वजह से और लोग आग ताप रहे थे. वो आग हवा ज़्यादा होने के वजह से उनका सारे झोपड़ी पेटियों घर सब जल गया. 60 घर जल गया और काफ़ी जानवर भी जल गया और काफ़ी नुकसान हुआ. साइकिल, बाइक,
और उनका राशन सब कुछ जल गया। ഇതൊരു തണുപ്പ് സമയത്താണ് ഉണ്ടായത്. പകൽ സമയം അവിടെ ഉണ്ടായിരുന്ന മാതാപിതാക്കളെല്ലാം ജോലിക്ക് കടന്നുപോയി. സ്കൂളിൽ പോകാത്ത ഈ കുട്ടികൾ അവിടെ ഇരുന്ന് തണുപ്പ് കാലമായതുകൊണ്ട് തീ കായുവാൻ വേണ്ടി തീ കൂട്ടി ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു വീട് തീപിടിച്ചു. അതിങ്ങനെ കാറ്റുള്ള സമയമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 60ഓളം വീടുകൾ അപ്രകാരം കത്തി നശിച്ചു. അവർക്കുണ്ടായിരുന്ന എല്ലാ റേഷനും അവരുടെ മൃഗങ്ങളും അവരുടെ വാഹനവും എല്ലാം തീപിടുത്തത്തിന് ഇരയായത്. और उन लोगों के लिए हम लोग लिविंगस्टन चर्च लखनऊ से काफ़ी मदद मांग के हम आपस में उन लोगों को बहुत मदद किया और उनके बच्चों को अभी ट्यूशन रोज हम देते हैं. ലക്നൌവിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നിട്ടും ഈ ലക്നൌവിലുള്ള വിശ്വാസി സമൂഹം ഈ ഒരു സാഹചര്യം അറിഞ്ഞ് വേണ്ടുന്ന സഹായങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് കടന്നു വരികയും അവർക്ക് വേണ്ടുന്ന പ്രാഥമിക ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുവാനായിട്ട് അവർ കടന്നു വന്ന് വേണ്ടുന്ന ഉത്സാഹങ്ങളെല്ലാം ചെയ്തതായിട്ട് ഈ സമയം ഓർക്കുകയാണ്. അതുകൂടാതെ ഇതിനെ തുടർന്ന് ആ ഗ്രാമത്തിലും വിശ്വജ്യോതി ശിക്ഷാലയം ഓരോ ദിവസവും നടത്തപ്പെടുവാനായിട്ടുള്ള ക്രമീകരണവും തുടങ്ങി വയ്ക്കുവാൻ ഇതിലൂടെ ഇടയായി. इसलिए आप लोगों को विनती करते हैं, आप लोग हम द राइस ऑफ मर्सी मिनिस्ट्रीज उत्तर प्रदेश के लिए आप लोग प्रार्थना करें ताकि वहाँ का सेवाकाई और भी बढ़े और प्रभु हमारा मिनिस्ट्री को बढ़ाए और मेरा फैमिली को भी प्रभु आशीष करें. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ഈ സമയം നിങ്ങളുടെ സഭയായി ആവശ്യപ്പെടുകയാണ്. വളരെയധികം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ പ്രാർത്ഥനയാൽ യുപിയിലെ പ്രവർത്തനങ്ങളെ കൈത്താങ്ങുവാനും ദൈവത്തിൻ്റെ വലിയ ആശീർവാദം ആ ദേശം കാണുവാനും അനുഭവിപ്പാനും ഇടയാകണം എന്ന് ആഗ്രഹത്തോടെ നിങ്ങളോട് അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.